വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന് നട്ടാൽ കുരുക്കാത്ത നുണ പറയുന്നത് ശീലമാക്കിയ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഇതല്ലാതെ വേറെന്ത് പ്രതീക്ഷിക്കാൻ? പറഞ്ഞു വരുന്നത് വേറെ ആരുടെയും കാര്യമല്ല, നമ്മുടെ സ്വന്തം വി.ഡി. സതീശന്റെ തന്നെ. ഇപ്പോൾ എന്താണ് പുതിയ നുണയെന്നല്ലേ? സർക്കാരിന്റെ 100 ദിവസത്തെ കർമ്മ പദ്ധതികൾ വിലയിരുത്താൻ ഒരു ഓപ്പൺ പോർട്ടൽ അവതരിപ്പിക്കുന്നുവെന്ന് വാർത്താ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്ത് ആദ്യമായാണ് ഒരു സർക്കാർ ഇത്തരമൊരു സംവിധാനവുമായി മുന്നോട്ട് വരുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഓപ്പൺ പോർട്ടലിനെ അവതരിപ്പിച്ചത്. എന്നാൽ അതാണോ സത്യം? അല്ലെന്നാണ് പുറത്തുവരുന്ന തെളിവുകൾ വ്യക്തമാക്കുന്നത്. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികളുടെ പുരോഗതി പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് നിരീക്ഷിക്കാൻ രാജ്യത്ത് ആദ്യമായി ഓപ്പൺ പോർട്ടൽ ആരംഭിക്കും. മുഖ്യമന്ത്രിയുടെയും ചീഫ് സെക്രട്ടറിയുടെയും ഓഫീസുകളിൽ ഇതിനായി പ്രത്യേക ഏകോപന സംവിധാനം ഒരുക്കുമെന്നുമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. 100 ദിവസത്തെ പരിപാടി അടക്കമുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലും CS-ന്റെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലും ഒരു പ്രോഗ്രാം മാനേജ്മെന്റ് കോർഡിനേഷന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമോ, പദ്ധതികളുടെ പുരോഗതി കളർ കോഡുകൾ ഉപയോഗിച്ച് പോർട്ടലിൽ പ്രദർശിപ്പിക്കുമെന്നും 80% പൂർത്തിയായ പദ്ധതികൾക്ക് പച്ച, 50 മുതൽ 70% വരെ പുരോഗതിയുള്ളവയ്ക്ക് ഓറഞ്ച്, കാര്യമായ പുരോഗതി ഇല്ലാത്തവയ്ക്ക് ചുവപ്പ് നിറം നൽകും. അപ്പോൾ അത് അവിടെ കളർ കോഡാണ് കൊടുത്തിരിക്കുന്നത്. പൂർണ്ണമായി 80% മീതെ പൂർത്തിയാക്കിയാൽ ഗ്രീൻ കളറാണ്, 50-നും 70-നും ഇടയ്ക്ക് പൂർത്തിയാക്കിയാൽ ആംബറാണ്, ഓറഞ്ച് കളറാണ്. തുടങ്ങിയിട്ടില്ല പരിപാടി, കാര്യമായിട്ടൊന്നും പോകുന്നില്ലെങ്കിൽ റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത്. പൊതുജനങ്ങളുടെ കൂടി നിരീക്ഷണത്തിലൂടെ 100 ദിവസത്തിനകം വിവിധ വകുപ്പുകൾ മുന്നോട്ട് വച്ചിട്ടുള്ള പദ്ധതികൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു പൊതുസമൂഹത്തിൻ്റെയും മാധ്യമങ്ങളുടെയും നിരീക്ഷണത്തിന് വിധേയമായിക്കൊണ്ടാണ് 100 ഡേയ്സ് പ്രോജക്റ്റ് നടപ്പാക്കുന്നത്. ആ പ്രോജക്റ്റുകൾ വിശദമായി വിലയിരുത്തി ഓരോ പ്രോജക്റ്റുകളും അത് നടപ്പാക്കുന്നതിന് വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വിവിധ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. അതൊരു പരീക്ഷണം പോലെയാണ്. പെട്ടെന്ന് വായിക്കുന്ന ഒരാൾക്കെന്നല്ല ആർക്കും ഇതിൽ അസ്വാഭാവികത തോന്നില്ല. അത്രയ്ക്കും വിശ്വാസയോഗ്യമായല്ലേ മുഖ്യമന്ത്രി ഇക്കാര്യം പറയുന്നത്? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ അങ്ങോട്ടൊരു കാര്യം പറഞ്ഞു തരാം. കഴിഞ്ഞ സർക്കാരിന്റെയും കാലത്ത് ഈ പറഞ്ഞ 100 ദിന കർമ്മ പരിപാടി ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അത് പൊതുജനങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ ഓപ്പൺ പോർട്ടലും ഉണ്ടായിരുന്നു. അതായത് താങ്കൾ രാജ്യത്ത് ആദ്യമായി തുടങ്ങിയ പോർട്ടൽ എന്ന് പറയുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ സംഭാവനയാണെന്നതാണ് ഇതിലെ യാഥാർത്ഥ്യം. ഏറ്റവും ഭംഗിയായി ഫോളോ അപ്പ് ചെയ്ത് ഏറ്റവും കൃത്യമായി 100 ദിവസത്തിനുള്ളിൽ ഈ പദ്ധതികൾ മുഴുവൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമമാണ് അത് ആരംഭിച്ചിട്ടുള്ളത്. എന്ത് മനോഹരമായാണ് മുഖ്യമന്ത്രി വീണ്ടും വീണ്ടും നുണ പറയുന്നത്. താങ്കളെ പോലെ വെറുതെ പറയുന്നതല്ല ഇതൊന്നും, എല്ലാത്തിനും കൃത്യമായ തെളിവുണ്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞ സർക്കാർ തുടങ്ങിയതല്ല ഞങ്ങൾ തുടങ്ങിയതെന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കഴിഞ്ഞ സർക്കാർ ഉപയോഗിച്ച അതേ പോർട്ടൽ അഡ്രസ് തന്നെയാണ് താങ്കളുടെ സർക്കാർ ഉപയോഗിക്കുന്നത്. പോർട്ടൽ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ അതേ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതും. അപ്പോൾ പറഞ്ഞു വരുന്നത് അത് തന്നെ, പിണറായി വിജയൻ സർക്കാർ തുടങ്ങി വെച്ച അതേ പോർട്ടൽ അഡ്രസ് തന്നെയാണ് താങ്കൾ ഇപ്പോൾ രാജ്യത്ത് ആദ്യമായി അവതരിപ്പിച്ച പോർട്ടൽ. എന്നാലും പോർട്ടലിനെ കുറിച്ച് നിരന്തരം വാർത്തകൾ ചെയ്ത മാധ്യമങ്ങൾക്കെങ്കിലും മുഖ്യമന്ത്രിക്ക് ഇതിനെക്കുറിച്ച് ഒരു ക്ലൂ കൊടുക്കാമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയുള്ള 5 കൊല്ലം ഇതൊക്കെ സഹിക്കാതെ വഴിയില്ലല്ലോ.